ഇപ്പോൾ ബിന്ദു കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പാലക്കാട് അങ്ങ് ഈ സംഭവമൊക്കെ നേരിൽ കണ്ടതാണ്, അങ്ങ് ഇരയാക്കപ്പെട്ടതുപോലുമാണ്. അതിൻ്റെ ഒരു തനിയാവർത്തനം എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പോലും ഇപ്പോഴത്തെ പെട്ടി വിവാദത്തെ പറയുന്നത്. തീർച്ചയായും അതെ. തലയിൽ ആളുതാമസമില്ലാത്ത ഭരണാധികാരികൾ ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ കേരളത്തിൽ ഏറ്റവും കറപുരല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരായ ജനപ്രതിനിധികളായ രണ്ടുപേരെ നടു റോഡിൽ പാതിരാത്രി നിർത്തി പെട്ടി നടു റോഡിൽ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ അത് ഈ ശ്രീ ഷാഫി പറമ്പിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്തരത്തിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരെ അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ പണം കൊണ്ടുപോകുന്നവരല്ല എന്നറിയാമായിരുന്നിട്ടും പൊതുജന മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ മറുപടി പാലക്കാട് കൊടുത്തതുപോലെ പാതിരാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഞങ്ങളുടെ മുറിയിലേക്ക് ഇടിച്ചു കയറിയ പുരുഷ പോലീസുകാർ അപമാനിച്ചതുപോലെ അങ്ങേയറ്റം ഗൗരവത്തോടെ കേരള ജനത ഇതെടുക്കും. ആ കേരള ജനതയുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനം ഈ നിലമ്പൂരിലെ വോട്ടർമാർ ജൂൺ 19 തെരഞ്ഞെടുപ്പിലൂടെ ഇവർക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞതുപോലെ ഇപ്പം ഇതൊരു സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ശരി, ഇപ്പോൾ MP ആണെന്ന് അറിയാതെയാണ് വാഹനം പരിശോധിച്ചെന്നൊക്കെ പറയുന്നു. ശരി, അവിടെ എത്തുന്നു, അത് MP ആണ്, കൂടെയുള്ളത് MLA ആണ്, മറ്റ് മുതിർന്ന നേതാക്കളാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. അതിനുശേഷവും ഈ പെട്ടിയൊക്കെ പുറത്തിട്ട് പരിശോധിക്കേണ്ട അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നിലമ്പൂരുണ്ട്. ഇപ്പോൾ ഇതൊരു അനാവശ്യ വിവാദം തീർക്കലായി പോയില്ലേ? ഈ പെട്ടി പരിശോധന നിലമ്പൂരിൽ ആവശ്യമുണ്ട്. കോൺഗ്രസുകാരുടെ UDF-കാരുടെ പെട്ടിയല്ല പരിശോധിക്കേണ്ടത്. CPM-ന്റെ മന്ത്രിമാരും MLA-മാരും മുഴുവൻ ഇവിടെ തെക്കുടക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കോടിക്കണക്കിന് ഇവിടെ പണം ഒഴുകുന്നുണ്ട്. അവരെ പരിശോധിച്ചാൽ ഇവർക്ക് വല്ലതും കിട്ടും. പക്ഷേ അത് അവരിൽ ഒരാളെ പോലും പരിശോധിക്കുന്നില്ല. തികച്ചും ഏകപക്ഷീയമായ നടപടി. ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെയോ ഷാഫി പറമ്പിൽ MP-യുടെയോ വാഹനത്തിൽ നിന്ന് ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ പണം കിട്ടത്തില്ല. കാരണം അങ്ങനെയല്ല, അത്തരത്തിൽ കള്ളപ്പണം കൊണ്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. 9 വർഷക്കാലത്ത് പിണറായി വിജയന്റെ ജനവിരുദ്ധ സർക്കാരിന്റെ നെറികെട്ട നയങ്ങൾ എണ്ണി ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത്. അത് അവർക്കും അറിയാം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ UDF-കാരെല്ലാം കള്ളപ്പണം കൊണ്ട് വരുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള സാഹസൂത്ര സമൂഹമാണ്. അതിന് പോലീസിനെ ഉപയോഗിക്കുക, പോലീസിനെ ചട്ടവുമാക്കി മാറ്റിയിരിക്കുക കേരളത്തിലെ ഭരണകൂടം. അതിന്റെ തനിയാവർത്തനം പാലക്കാട് കിട്ടിയിട്ടും അവർ പഠിച്ചിട്ടില്ല. പാലക്കാട് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ് അപമാനിച്ചിട്ടും ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടും അതിന് ജനം മറുപടി കൊടുത്ത സാഹചര്യം അവർക്ക് അറിയാമായിരുന്നിട്ടും വീണ്ടും അതിന് ശ്രമിക്കുകയാണ്. വീണ്ടും ജനങ്ങളോട് ഒരു കാര്യം ചെയ്യുക, ജനക്ഷേമ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ എടുത്തു കാണിക്കാനില്ലാത്ത സർക്കാർ ഇത്തരം അന്യായങ്ങളിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ജനം ചുട്ട മറുപടി കൊടുക്കും. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ നമുക്കിപ്പം ചേർത്തതിന്.